ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൊതുചാടന അനുഭവ പാഠങ്ങളുടെ 36-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, കഴിഞ്ഞ 2-3 സെഷനുകൾ ആത്മഹത്യ നടന്ന ഭവനത്തിൽ സംഭവിച്ചതായ ചില ഞെരുക്കങ്ങൾ, പൈശാചികമായ ഉപദ്രവങ്ങൾ, അതേക്കുറിച്ച് ഞാൻ പങ്കുവച്ചിരുന്നല്ലോ. അത് അനുഭവങ്ങളാണ്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 സംശയങ്ങൾ ചിലർ ഉന്നയിച്ചു. ഈ ദിവസങ്ങളിൽ അച്ഛാ ഇങ്ങനെ ആത്മഹത്യ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ ഇതുപോലെയുള്ള അസ്വസ്ഥത ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ അച്ഛൻ പഠിപ്പിക്കുന്ന ആൾക്കാരെ പേടിപ്പിക്കുകയല്ലേ ഉള്ളൂ. അങ്ങനെ ആത്മഹത്യയും ദുർമരണങ്ങളൊക്കെ സംഭവിക്കാത്ത പറമ്പുകളോ സ്ഥലങ്ങളോ വീടുകളോ പോലും അത് എത്ര ചുരുക്കമായിരിക്കില്ല. എന്തുമാത്രം അങ്ങനെയുള്ള ഭവനങ്ങളുണ്ട്. അപ്പോൾ അവിടെ താമസിക്കുന്നവർക്കൊക്കെ ഞെരുക്കമാവുകയില്ല അച്ഛൻ ഇങ്ങനെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ. അങ്ങനെയുള്ള ചിന്തകൾ ചില ആൾക്കാർ എന്നോട് സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ ഒരു സെഷൻ ഞാൻ അല്പം ഇതൊരു വെറുതെ പേടിപ്പിക്കുന്ന ചിന്തയല്ല, അടിസ്ഥാനമില്ലാത്ത കാര്യമല്ല എന്ന് അല്പം വചനത്തിൽ നിന്ന് വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പങ്കുവച്ചതായ അനുഭവങ്ങൾ തന്നെയും ഒരു പരിഹാരമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെക്കുറിച്ചല്ലല്ലോ നമ്മൾ കണ്ടത്. ആ ഒരു സന്യാസ ഭവനത്തിൽ സംഭവിച്ചതായ ആത്മഹത്യ, തുറന്നുണ്ടായ ബുദ്ധിമുട്ട് നിറഞ്ഞ അനുഭവങ്ങൾ, അതിനെ നല്ലൊരു വെഞ്ചിരിപ്പ് കർമ്മത്തിലൂടെ ദൂരീകരിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിച്ചത്. സഭയിൽ ഈശോ നൽകിയിരിക്കുന്ന അധികാരം, ശുശ്രൂഷ, പൗരോഹിത്യം വഴി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമുക്ക് സംരക്ഷണത്തിന് വേണ്ടി ഉള്ളതാണ്. അത് നമ്മുടെ ഭവനങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഉള്ളതാണ് വീട് വെഞ്ചിരിപ്പ്. അത് നമ്മൾ അറിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഫലം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓരോ വീട് വെഞ്ചിരിപ്പിനും അതിൻ്റെതായ വിശുദ്ധീകരണ കരുത്തുണ്ട്. അതെടുക്കണം, അതതിൻ്റെ പാഠം, വേറെ ഒന്നുമല്ല. അതുപോലെ തന്നെ 2-ാമത്തെ സംഭവം ഞാൻ പറഞ്ഞത് മലമുഖത്തിയുടെ സംഭവത്തിലെ കൊച്ചു പെൺകുട്ടിക്കുണ്ടായ ഞെരുക്കത്തിൻ്റെ അനുഭവം. ആ ഞെരുക്കം ആ കുടുംബാംഗങ്ങൾക്ക്, ആ പെൺകുട്ടിയിൽ പ്രകടമായത് ആ കുടുംബാംഗങ്ങളുടെ ഒരു വിശുദ്ധി കുറവ് കൊണ്ടാണ്, പ്രസാദപരാവസ്ഥയുടെ അഭാവം കൊണ്ടാണ്. ആ കുടുംബങ്ങളെല്ലാവരും കുമ്പസാരിച്ചൊരുങ്ങിയപ്പോൾ തന്നെ ആ കുടുംബത്തിൽ ആ പെൺകുട്ടിയിലൂടെ പ്രകടമായ പൈശാചിക പീഡ അപ്രത്യക്ഷമായതായിട്ട് അച്ഛൻ പങ്കുവച്ചല്ലോ. എന്നുവെച്ചാൽ പാപം എവിടെയോ അവിടെ പിശാചിന് അവകാശമുണ്ട്. പാപത്തിൻ്റെ അവസ്ഥ നീങ്ങുമ്പോൾ പിശാചിൻ്റെ അവകാശം എടുത്ത് മാറിപ്പോകും. അതുകൊണ്ടാണ് അച്ഛൻ കഴിഞ്ഞ സെഷനിൽ, മുമ്പത്തെ സെഷനിൽ പ്രസാദപരാവസ്ഥയിലുള്ള ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയെ പിശാചുക്കൾക്ക് ഭയമാണെന്ന് കൊച്ചുറേശ്വര അനുഭവം ഞാൻ കൊച്ചുറേശ്വരനെ പങ്കുവെക്കുന്ന സ്വപ്നം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ സത്യപ്പെടുത്തിയത്. പിന്നെ അതിൻ്റെ മറ്റൊരു ടെക്നിക്കൽ വശം ഞാൻ കഴിഞ്ഞ സെഷനിൽ പറയുകയുണ്ടായി, ഇംപ്രിൻ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ഇതേക്കുറിച്ച് വചനം എന്താണ് പറയുന്നത്? അച്ഛൻ്റെ അനുഭവങ്ങളും അച്ഛൻ അവിടെ വായിച്ച കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാവുകയല്ല എന്ന് ചിന്തിക്കുന്നവർക്ക്, സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ വചനത്തിൽ ആഴപ്പെട്ട് കിടക്കുന്നവയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കുന്ന രംഗം വായിച്ചു പോകുമ്പോൾ ആ സൃഷ്ടിയുടെ ഓരോ ഘട്ടത്തിലും തമ്പുരാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കമൻറ്റ് നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ വെളിച്ചം നല്ലതെന്ന് അവിടുന്ന് കണ്ടു. അതുപോലെ തന്നെ ആകാശം സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് 10-ാമത്തെ വാക്യത്തിൽ കരയും ജലവും വേർതിരിച്ച് കഴിയുമ്പോൾ അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു നമ്മൾ വായിക്കുകയാണ്. വീണ്ടും വൃക്ഷങ്ങളും ചെടികളും എല്ലാം പുറപ്പെടുവിച്ചു 12-ാമത്തെ വാക്യം, അവ നല്ലതെന്ന് ദൈവം കണ്ടു. വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവമേ ആകാശവിധാനത്തെ സ്ഥാപിച്ചു. 18-ാം വാക്യം, അത് നല്ലതെന്ന് ദൈവം കണ്ടു. വീണ്ടും ജീവികളെയും എല്ലാത്തരം പക്ഷികളെ സൃഷ്ടിച്ചു പറഞ്ഞ് 21-ാം വാക്യത്തിലും അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. 25-ാം വാക്യത്തിൽ എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെ, നാൽക്കാലികളെ, ഇഴജന്തുക്കളെ സൃഷ്ടിച്ചു, അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. അങ്ങനെ പറഞ്ഞ് വന്നിട്ട് അവസാനം 31-ാമത്തെ വാക്യത്തിൽ 1-ാം അധ്യായം, താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു ദൈവം കണ്ടു എന്നാണ് ഈ പ്രപഞ്ചത്തെ. നമ്മൾ വീടിൻ്റെ കാര്യവും മണ്ണിൻ്റെ കാര്യം പറമ്പിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്, അവയെ തിന്മ പതിയുമോ ഇല്ലയോ എന്നുള്ളത്. ഈ പ്രപഞ്ചത്തെ ആദ്യം ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവം അതേക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനത്തിൽ ഇതേ മണ്ണിനെ നോക്കിയിട്ട് ദൈവം നൊമ്പരത്തോടുകൂടി പറയുന്നൊരു കമൻ്റുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട്
നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണ്, അരുതെന്ന് പറഞ്ഞ കാര്യം നീ ചെയ്തത് കൊണ്ട്, കൃത്യം പറയുന്ന പഴം അരുത് തിന്നരുത് ഞാൻ പറഞ്ഞത് നീ തിന്നത് കൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. അപ്പോൾ ഏതൊരു മണ്ണിനെ നോക്കി അതിൻ്റെ നിരവധിയായ ഘടകങ്ങളെ നോക്കി ഓരോ ഭാഗവും ദൈവം സൃഷ്ടിച്ച് ക്രമീകരിച്ചപ്പോൾ നന്നായിരിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞുവോ, അതേ മണ്ണിലേക്ക് നോക്കിയിട്ട് ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങളിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ഈ തമ്പുരാൻ നൊമ്പരത്തോടെ പറയുന്നു, ഇത് ശപിക്കപ്പെട്ടതായി, ശാപമുള്ളതായിട്ട് മാറി. അതെങ്ങനെയാണെന്ന് പറയുകയാണ്, നീ മൂലം. അത് ദൈവമൂലമല്ല, മറ്റാരെങ്കിലും മൂലമല്ല, നീ മൂലം. ആരാണ് നീ? ആദവും ഹവ്വയും. അന്ന് ആ സൃഷ്ടപ്രപഞ്ചത്തിൽ ഭൂമിയിൽ പരദീസയിൽ വസിക്കാൻ സ്വതന്ത്ര മനസ്സോടെ ഉത്തരവാദിത്തോടെ നിയോഗിക്കപ്പെട്ട ഏക കുടുംബം ആദത്തിൻ്റെ ഹവ്വയുടെ കുടുംബം. ആ കുടുംബം അവർ തിന്മ ചെയ്തപ്പം ആ തിന്മയുടെ ഒരൊറ്റ പ്രവൃത്തി മൂലം ആ ഭൂമിയാകെ ശാപമുള്ളതായി ശപിക്കപ്പെട്ടതായി മാറിയെന്ന് തമ്പുരാൻ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങൾ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വീട്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പറമ്പ്, അവിടെ നമ്മൾ ഒരു തിന്മയുടെ പ്രവൃത്തി ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ടും അവഗണിച്ചുകൊണ്ടും പ്രവർത്തിക്കുമ്പോൾ ആ മണ്ണിൽ നമ്മൾ വഴി ഒരു മാറ്റവും വരുന്നില്ല എന്ന് നമുക്ക് എങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റും? നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും നാം ആയിരിക്കുന്ന ഇടത്തെ ഒന്നുകിൽ വിശുദ്ധീകരിക്കുന്നുണ്ട്, ദൈവിക ചൈതന്യം കൊണ്ട് നിറയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ അശുദ്ധീകരിക്കുന്നുണ്ട്. അശുദ്ധീകരിക്കുമ്പോൾ അവിടെ തിന്മ പതിയുന്ന അനുഭവമാണ്. തിന്മയുടെ അരൂപികൾ അവിടെ ആകർഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ഒരു സംഭവം ദുർമരണം നടക്കുന്നത് എല്ലാ വീട്ടിലും ഇന്ന് പ്രശ്നം ഉണ്ടാകണ്ടേ? അത് നമുക്ക് അങ്ങനെ ചോദിച്ചാൽ ഉത്തരം, ഇപ്പോൾ നമ്മൾ കോവിഡ് കാലത്ത്, ഞാൻ തിരിച്ചൊരു ന്യായം പറയട്ടെ, കോവിഡ് വൈറസ് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കരുതലെടുത്തു. ലോക്ക്ഡൗൺ എടുത്തു, പിന്നെ മാസ്ക് ധരിച്ചു, സാനിറ്റൈസേഷൻ എടുത്തു, മുറിക്കകത്തിരുന്നു, ഡിസ്റ്റൻസിങ് എടുത്തു, ഇങ്ങനെ എല്ലാം എടുത്തു. അങ്ങനെ ഒത്തിരി എടുത്ത ആൾക്കാർ, അകത്തിരുന്നവർക്ക് ചിലർക്ക് കോവിഡ് വൈറസ് കിട്ടി. അത്രയും കെയർ എടുക്കാതെ പുറത്ത് നടന്ന ചില ആൾക്കാർക്ക് കോവിഡ് വൈറസ് കിട്ടിയില്ല. ഇനി കിട്ടിയവർക്ക് തന്നെ ചില വ്യക്തികൾ നല്ല ആരോഗ്യം കൊണ്ടെന്ന് വിചാരിച്ച് ചെറുപ്പക്കാരായ ആൾക്കാരായിരുന്നിട്ട് പോലും കോവിഡ് വൈറസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ വല്ലാത്ത അവസ്ഥയിലേക്ക് ആരോഗ്യം പോയി, വല്ലാണ്ട് ചികിത്സ എടുക്കേണ്ടി വന്നു. മറ്റു ചിലരൊക്കെ വളരെ ചെറിയൊരു രീതിയിൽ അങ്ങ് കടന്നുപോയി. ഇനി ചികിത്സ എടുക്കൊണ്ട് വന്നവർ തന്നെയോ, ചില വ്യക്തികൾ ചികിത്സ എടുത്ത് വിജയിച്ച് സൗഖ്യപ്പെട്ട് കയറി വന്നു. മറ്റു ചിലർ എത്ര ചികിത്സ എടുത്തിട്ട് വിജയിക്കാൻ പറ്റാതെ മരണത്തിന് വഴങ്ങിയവർ എത്ര പേരുണ്ട് നമ്മുടെ മധ്യത്തിൽ. അപ്പോൾ കോവിഡ് വൈറസ് പിടിച്ചു കഴിഞ്ഞാൽ മരണമുണ്ടാകാം, ഒരു സാധ്യതയാണ്. വെന്റിലേറ്റർ കയറേണ്ടി വരാൻ വേറൊരു സാധ്യതയാണ്. വല്ലാണ്ട് അവസ്ഥയിൽ ഞെരുങ്ങാൻ സാധ്യതയാണ്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് കോവിഡ് വൈറസ് പിടിച്ച് എല്ലാവർക്കും എല്ലാ അനുഭവം എപ്പോഴും ഉണ്ടാകണമെന്നുണ്ടോ? അതുമില്ല. എന്ന് പറഞ്ഞതുപോലെ പാപത്തിൻ്റെ പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ തിന്മ തന്നെയാണ്, അശുദ്ധി പതിയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ പ്രകടമാകുന്നത് പല വ്യക്തികളിലും പല കുടുംബങ്ങളിലും പല രീതിയിലാണ്. അത് എവിടെ ഉണ്ടാകുമെന്ന് പറയാൻ നമുക്ക് പറ്റുകയില്ലെന്ന് മാത്രം. പക്ഷെ ഇതാണ് തമ്പുരാൻ്റെ വചന പ്രബോധനം വെളിപ്പെടുത്തലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ സ്നേഹമുള്ള സഹോദരൻ, നമുക്ക് ഈ കരുതലെടുക്കാനായിട്ട് ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് 1-2 സെഷൻ കൂടി ഞാൻ ഇതേക്കുറിച്ചുള്ള വചന അടിസ്ഥാനം ഒന്ന് പങ്കുവെക്കാം. വരും സെഷനുകളിൽ നമുക്കത് ആവശ്യമായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം, സഹവാസം, സഹായ സംരക്ഷണവും നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ഭവനങ്ങളോടും ജീവിത വ്യാപാര മേഖലകളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.